ചൈനീസ് ഡോക്ടറെ രണ്ടുപേരുടെ തുണ്ടു വെച്ച പാസ്. എനിക്ക് എല്ലാവരോടും കൂടി ആയിട്ട് പറയാനുള്ളത്, ഒരു ഫോറിൻ ഡോക്ടർ ആവണമെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രഗിൾ ഉണ്ടെന്ന് അറിയോ? നീറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ഒരു പാഷൻ ഉണ്ടാവണം. നിങ്ങളൊരു ഡോക്ടർ ആവണം, എനിക്കൊരു ഡോക്ടർ ആവണം ഒരു പാഷൻ ഉണ്ടാവണം. ഈ പാഷൻ മാത്രം ഉണ്ടായാൽ പോരാ, ഇതിൽ പുറം വരാനുള്ള ഇത് അഫോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു വീടിന്റെ പ്രതീക്ഷയാണ് ഒരു മകനോ മകളോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ കുട്ടി പോകുന്ന ഡോക്ടർ ആവാൻ, സ്വന്തം വീട് വിട്ട് നിന്ന് നാട് വിട്ട് നിന്ന് ഒരു സുഖവും സംവിധാനവും അനുഭവിക്കാൻ പറ്റാണ്ട് മറ്റൊരു നാട്ടിൽ പോയി നിന്നിട്ട് നിങ്ങൾ എന്താ പറയണേ, ഒരു ചൈന അല്ലെങ്കിൽ റഷ്യ, കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ ആരോ ആയിക്കോട്ടെ, എവിടുന്നോ ഒരു ഫോറിൻ ഡോക്ടർ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. എന്താണ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവരെ ഭാഷ പഠിക്കണം, അവരെ നാട്ടിൽ നിന്ന് അവരെ കാര്യങ്ങൾ പഠിക്കണം, ആ ഒരു കൾച്ചറിൽ നമ്മൾ ആ ഒരു ഇടവേളയിൽ ആ പഠിക്കുന്ന ഇടവേള പോകണം. മാത്രമല്ല 6 വർഷം സമയം, ഒരു മനുഷ്യന്റെ 6 years ടൈം. നിങ്ങളൊക്കെ നാട്ടിൽ 3-4 വർഷം എടുക്കുന്ന ഡിഗ്രിക്ക് നിങ്ങൾക്ക് ഇല്ലാത്ത സ്ട്രഗിൾ ഇല്ല, കാര്യങ്ങളില്ല. 6 വർഷം മറ്റൊരു നാട്ടിൽ പോയി നിന്ന് ബുദ്ധിമുട്ടി പാസ്സായി വരുമ്പോ ഇതിന്റെ കൂടെ നാട്ടിലേക്ക് വന്ന് കയറുന്നോടക്കനെ നീയൊക്കെ ചൈനയിൽ നിന്നാണോ പഠിച്ചിറങ്ങിയേ എന്നുള്ള ഈ ഒരു ഫേസ് റിയാക്ഷനും ഇതൊക്കെ കണ്ടുകൊണ്ടും ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്യാണ്ട് വളരെ ഇതായിട്ട് നിന്ന് എങ്ങനെയെങ്കിലും ശരി പോട്ടെ, എന്റെ പാഷൻ ആയതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് നിന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രണവിനെ പോലത്തുള്ള വ്ളോഗേഴ്സിന് വളരെ എളുപ്പമാണ് ഇതേപോലെ ഒരു കോമഡി സ്കിറ്റ് ചൈനീസ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഫോറിൻ ഡോക്ടേഴ്സിനെ ഒരേ സമയം വളരെ കാര്യമായിട്ട് ഇട്ട് ഊക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇപ്പൊ പ്രണവ് ബ്രോനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ബ്രോ നീ എപ്പോഴെങ്കിലും MBBS ഫുൾ ഫോം അറിയാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല, അത് പോട്ടെ, MBBS ഒരു ബുക്ക് ഇരുന്ന് പഠിക്കാൻ നോക്കിയിട്ടുണ്ടോ? എത്രമാത്രം കഷ്ടപ്പാട് അതിന്റെ പിന്നിലുള്ളതെന്ന് നിനക്കറിയോ? എപ്പോഴെങ്കിലും നീ നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ ഓരോ വർഷം തള്ളിപ്പോവാൻ ഇവിടുത്തെ ലാംഗ്വേജ് എക്സാം എഴുതണം, ലാംഗ്വേജ് നമ്മൾ പഠിക്കണം, അതിന്റെ ക്യാരക്ടേഴ്സ് അറിയണം, ആ ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെയെന്ന് അറിയണം. ആ ലാംഗ്വേജിന് മറ്റൊരു HSK4 കാരിൽ അത് ചൈനയുടെ HSK4 എന്നൊരു എക്സാമിനേഷൻ നിങ്ങൾ പാസ്സാവണം. എന്നാലേ നിങ്ങൾക്ക് അടുത്ത ഇയറിലോട്ട് പോലും പോകാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലോട്ട് പോലും പോകണമെങ്കിൽ അങ്ങനത്തെ രീതിയുണ്ട്. അത്രയും സ്ട്രഗിൾ ചെയ്ത് ഇതൊന്നും കൂടാണ്ട് ചൈനീസ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ പാർട്ട് തന്നെ നമുക്ക് വേറെയും പഠിക്കാനുണ്ട്. ഇനി ചൈനക്കാർക്ക് മാത്രമല്ല, എല്ലാ ഫോറിൻ സ്റ്റുഡൻസിന്റെ അവസ്ഥ ഇതാണ്. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ട് ഇങ്ങനത്തെ ഉള്ള യൂട്യൂബേഴ്സ് വന്ന് 4 വീഡിയോ ഇടും, ചൈനീസ് ഡോക്ടേഴ്സിന് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ. നീ എവിടെന്നെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചു തന്നെ, ചൈനീസ് ഡോക്ടർ ഒരു കാര്യം അറിയാത്തൊരു ഡോക്ടറിന് കാണിച്ചു തന്നെ. ഇതുവരെ കാണാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് പറഞ്ഞ് ഇതേപോലെ ഒരു കോമഡി സ്കിറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സത്യമായിട്ടും നല്ലതുണ്ട് പറഞ്ഞാൽ, കാരണം ഒരു കമ്മ്യൂണിറ്റി, ഒരു ഫോറിൻ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിനെ കംപ്ലീറ്റ്ലി ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടാണ് നിന്റെ വീഡിയോസ് ഉള്ളത്. ആ ഒരു വീഡിയോ വളരെ ട്രിഗറിങ് ആണ്. അത് ഓരോ ഫോറിൻ സ്റ്റുഡൻസും, നിന്റെ കമന്റ് ബോക്സ് നീ വായിക്കാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല, ആ ഓരോ കമന്റ് ബോക്സിൽ ഓരോ FMG സ്റ്റുഡൻസ്, ഒരു FMG പാസ്സാവും. നമ്മുടെ നാട്ടിലത്തെ ഇന്ത്യൻ ഡോക്ടേഴ്സ് പോലും FMG എഴുതാൻ റെഡിയല്ല. എന്തുകൊണ്ട്? ആ എക്സാം PG ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് MBBS ആരോട് ചോദിക്കുന്നത്. അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ആൾക്കാർ വിചാരിക്കുന്ന പക്ഷെ വിജയ ശതമാനം കുറവാണല്ലോ, അതാണല്ലോ ഇതാണല്ലോ. ഒരിക്കലും അല്ല. PG ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണമായി MBBS സ്റ്റുഡൻസ് നാട്ടിലത്തെ സ്റ്റുഡൻസിനോട് ചോദിക്കാത്ത ചോദ്യങ്ങളാണ് ഫോറിൻ സ്റ്റുഡൻസിനോട് ചോദിക്കുന്നത്. നിങ്ങൾ അത് പാസ്സാവരുത് എന്നുള്ള ഫോമിലാണ് ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ അകത്തുള്ളത്. നിങ്ങൾ എന്ത് മനുഷ്യന്മാരോടോ നിങ്ങളൊക്കെ കോവിഡില് വീട്ടിൽ കയറി അടയിരിക്കണ സമയത്ത് ഞങ്ങളെപ്പോലുള്ളവര് പണിയെടുത്തിട്ട് അതിനൊരു രൂപ സാലറി പോലും ഇല്ല. ഒരു ഹലാല സാലറി ഇല്ല. ഒരു ഹലാല സാലറി ഇല്ലാണ്ടാണ്, ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഓരോ ഫോറിൻ ഡോക്ടേഴ്സും ആ സമയത്ത് നാട്ടിൽ വന്ന് പെട്ടുപോയവര് ഒരു ഇതും ഇല്ലാണ്ട് എന്തായാലും പെട്ടതല്ലേ, നമുക്കൊരു ഇന്റേൺഷിപ്പ് ചെയ്യുന്ന പോലെ ഇവിടെ നമുക്ക് എവിടെയെങ്കിലും കയറി ചെയ്യാന്ന് പറഞ്ഞവരാണ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നിന്നിരുന്നത്. ആ ഹോസ്പിറ്റലിനകത്ത് വരെ താറ്റിയ പുച്ചായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡോക്ടേഴ്സിന്. അവ ചൈനയിൽ നിന്ന് വന്നതാണെന്നുള്ളത്. നിങ്ങളൊക്കെ എവിടുന്ന് വന്ന മനുഷ്യന്മാരാണ്? നിങ്ങളൊക്കെ പഠിച്ചിറങ്ങിയപ്പോ തന്നെ വലിയ PG ലെവലിൽ പഠിച്ചിറങ്ങിയവരില്ല, MBBS അല്ലേ പഠിച്ചിറങ്ങണ എല്ലാവരും. ഒരു രൂപ, ഞാൻ പറയേ, ഒരു രൂപ പോലും നമുക്ക് അതിൻ്റെ അത് സാലറി ആയിട്ട് തരാതെയാണ് നമ്മൾ ആ ഒരു കോവിഡ് സമയത്ത് നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലത്തെ ജനങ്ങൾക്ക് വേണ്ടി കിട്ടുമോ ഇല്ലേ, നമ്മൾ ബാക്കി ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല. ഞാനൊക്കെ 4 വട്ടം കോവിഡ് പോസിറ്റീവായ ആളാണ്. 4 വട്ടം പോസിറ്റീവായ ആളാണ് ഞാൻ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞാലും ഇത്രയൊക്കെ ചെയ്തു കൊടുത്താലും നമ്മുടെ നാട്ടിൽ അറിയും അവൻ ചൈനയിൽ നിന്ന് വന്ന ഡോക്ടറാണ്, അല്ലെങ്കിൽ അവൻ റഷ്യയിൽ നിന്ന് വന്ന ഡോക്ടർ, അല്ലെങ്കിൽ അവൻ വേറെ ഏതെങ്കിലും ഫോറിൻ കൺട്രിയിൽ നിന്ന് വന്ന ഡോക്ടറാണ്. എന്ത് നിങ്ങൾക്ക് ഇത്ര ഫോറിൻ കൺട്രി ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഇത്ര ചൊറിച്ചൽ എന്താ? എന്റെ പൊന്നു മക്കളെ ഞാൻ പറയട്ടെ, എത്ര സ്ട്രഗിൾ ഉണ്ടെന്ന് അറിയോ? ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് പഠിച്ച് പാസ്സായി വരുമ്പോഴേക്ക് ഏകദേശം 40-50 ലക്ഷം രൂപയുടെ മുകളിൽ ക്യാഷാണ്. ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പോഴേക്കും 6 വർഷം അവൻ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ്റെതായിട്ട് ചെലവിനുള്ള കാശ് വേറെ ഇല്ലേ? എന്തൊക്കെ സ്ട്രഗിൾസ് ആണുള്ളത്. എന്നിട്ട് ഇതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നത് പട്ടി വില വരുന്ന മാതിരിയാണ് ഓരോരുത്തർ. FMG ഒക്കെ നീയൊക്കെ ഒരു വട്ടം ഒന്ന് എഴുതി നോക്ക്. നിങ്ങൾ ഈ കളി ഇറക്കുന്നവരൊക്കെ FMG എക്സാമിനേഷൻ ഇല്ലേ, നീയൊക്കെ ഒരു വട്ടം ഒന്ന് എഴുതി നോക്ക്. ഒരു വട്ടം നീയൊക്കെ സാധാരണ മെഡിക്കൽ സ്റ്റുഡന്റ് ആയിട്ട് പോയിട്ട് നീ ഒന്ന് എഴുതി നോക്ക്. സാധാരണ എന്തുകൊണ്ട് നാട്ടിലത്തെ MBBS ഡോക്ടേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല? ഞങ്ങൾ എഴുതാം FMG എഴുതാൻ പേടി, വേറെ ഒന്നുമില്ല, തനി പേടി.
പാസ്സാവൂല എന്ന് അവർക്ക് പോലും അറിയാവുന്ന എക്സാമിനേഷൻ ആണ് ഞങ്ങൾ പാസ്സാവുന്നില്ല എന്നാണ് ഞങ്ങളെ കളിയാക്കുന്നവരുള്ളത്. ആരോട് പറയാൻ? ഇങ്ങനെ കുറെ ഭൂതങ്ങൾ വന്നിട്ട് അതിന് അതും MBBSന്റെ ABCD പോലും പറയാത്ത ഓരോരുത്തന്മാര് വന്നിട്ടാണ് അതിന്റെ അകത്ത് ആ വീഡിയോയിൽ അത്രയും മോശമായിട്ട് കാണിക്കേണ്ടത്. എന്താണ് നമ്മളെ പോലുള്ള ഫോറിൻ ഡോക്ടേഴ്സ് നിങ്ങളോട് എന്ത് ചെയ്തിട്ടാണ്? എന്ത് നാട്ടിൽ അത്രയും കോടികളുടെ ഡൊണേഷൻ നിങ്ങൾക്ക് തന്നില്ല എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? 1.5 കോടിയൊക്കെ ഡൊണേഷൻ ചോദിക്കുന്നത്, ഒരു മാന്യത വേണ്ടേ ചോദിക്കുന്നിടത്ത്? ഒരു സീറ്റിന് ചോദിക്കുന്ന റേറ്റ്, നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഒരു പ്രൈവറ്റ് കോട്ടയിൽ നമ്മൾ കയറണി 1.5 കോടി രൂപയാണ് അതിന്റെ ഡൊണേഷൻ വരുന്നത്. പിന്നെ അത് കൂടാതെ 50-60 ലക്ഷം ഫീസും. ഒരു MBBS പഠിച്ചിറങ്ങാൻ 2 കോടി രൂപയെ. മെഡിക്കൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ, മെഡിക്കൽ ഞങ്ങൾ അത് ചെയ്യണ്ടല്ലോ. എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ? 2 കോടി വാങ്ങിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ആ സപ്പോർട്ട് ആവശ്യമല്ല. അത്രമാത്രം അഫോർഡ് ചെയ്യാൻ പറ്റിയ കുട്ടികൾ വളരെ കുറവാണ്. 2 കോടി എത്ര പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും? 2 കോടി അഫോർഡ് ചെയ്യണതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പലരും നാട് കടന്ന് ഇവിടേക്ക് വരുന്നത്. അത് 1, 2, 3 വട്ടം നീറ്റ് എഴുതിയ കുട്ടികളല്ല ഇവിടെ വരുന്നത്. അതിൽ കൂടുതൽ വട്ടം നീറ്റ് എഴുതിയ കുട്ടികൾ വരെ നമ്മുടെ കോളേജിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് പോലും ഇവിടെ വരുമ്പോൾ പലരും ഇതിന്റെ അകത്ത് ഒരു 60% കൂടുതൽ കുട്ടികളും പഠിക്കാതെ ലോണും കാര്യങ്ങളുമായിട്ടാണ്. ആ ലോൺ തിരിച്ചടയ്ക്കണം. ഇത്രയൊക്കെ ഇനി ഇവിടുന്ന് ഇറങ്ങി ഇതിനെക്കാട്ട് സ്ട്രഗിൾ ആണ്. എന്നിട്ടും ഇത്രയും സ്ട്രഗിൾസ് സഹിച്ചിട്ട് ഇവിടെ നിന്നതിന് ശേഷം പിന്നെ നാട്ടുകാർ അറിയാം അവൻ അവിടുന്ന് വന്നാൽ ഇവിടുന്ന് വന്നാൽ ഇതിനൊന്നും വലിയ വിലയില്ല. ചൈനയിൽ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചൈനയിൽ നമ്മൾ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ക്യാഷ് കൊടുത്ത സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ? ക്യാഷ് കൊടുത്ത സർട്ടിഫിക്കറ്റ് വാങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ 6 വർഷം ഞങ്ങൾ കടന്ന് ബുദ്ധിമുട്ടണേ? ഞങ്ങൾ പിന്നെ ക്യാഷ് കൊടുത്ത് ഫസ്റ്റ് ഇയറിൽ തന്നെ വന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി 6 വർഷത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി തിരിച്ച് നാട്ടിലേക്ക് വന്നാൽ പോരെ? നിങ്ങൾക്ക് എന്തൊക്കെ പറയണത് ഒരു ഫോറിൻ ഡോക്ടറെ പറ്റിയിട്ട്? ഒരു ഫോറിൻ ഡോക്ടറാന്ന് കാണുമ്പോഴേക്കും ആൾക്കാർക്ക് ചോദിച്ചാൽ ഒരു ഫോറിൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഒരു പാരസെറ്റമോൾ സ്പെല്ലിംഗ് പോലും അറിയില്ല എന്നുള്ള രീതിയിലാണ് അവൻ ആ വീഡിയോ ഉണ്ടാക്കിയത്. അവൻ എന്ത് റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്ത് അർഹത ഉണ്ട് ആ വീഡിയോ ഉണ്ടാക്കാൻ? നീ ഒരു പാരസെറ്റമോൾ സ്വന്തമായിട്ട് എത്ര mg കഴിക്കണം, അല്ലെങ്കിൽ പാരസെറ്റമോൾ എത്ര mgക്കുള്ള സാധനം ഉണ്ട് എന്ന് നിനക്കറിയോ? ഒരു ബോഡി വെയിറ്റ് അനുസരിച്ച് ഇത് പാരസെറ്റമോൾ വെറുതെ എഴുതി കൊടുക്കുന്നതല്ല, അതിന് ബോഡി വെയിറ്റ് കണക്കുണ്ട്, ഇത്ര കൊടുക്കാൻ പാടുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത്ര കൊടുക്കാൻ ഒരു mg കണക്കിന് അതിന്റെ വ്യത്യാസം ഉള്ളതുണ്ട്. സത്യം പറഞ്ഞത് സങ്കടം ഉണ്ടേ. നിങ്ങളൊക്കെ വലിയ വലിയ വ്ളോഗേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തലയിൽ ഇത്രയും കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഫോറിൻ ഡോക്ടേഴ്സിനെ പറ്റിയുള്ള പുച്ഛത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ഒട്ടും കാര്യമില്ലാത്തൊരു നാടാണ്. സീരിയസ്ലി ഭയങ്കര വെറുത്തുപോയി. സീരിയസ്ലി പറയാ, കോവിഡ് സമയത്ത് ഞാൻ പറയില്ലേ, കോവിഡിന്റെ ഏറ്റവും പീക്ക് നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. ഞാൻ ഇപ്പോഴും പറയണത് ഇന്റേൺഷിപ്പ് രീതിയിൽ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു പല ഹോസ്പിറ്റലിലും. ആ നിൽക്കുന്ന സമയത്ത് പോലും കോവിഡിനെ ഇതാക്കിയിട്ട് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, അവിടെ ഞാൻ മാത്രമായിരുന്നില്ല, അവിടെ സ്റ്റുഡന്റ് ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഫോറിന് വന്നവര്. ഓരോരുത്തരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ നിന്ന് ഞാൻ പറയും, ഞാനൊക്കെ 4 വട്ടമാണ് പോസിറ്റീവ് ആയത്. വീടിന്റെ ഉള്ളിൽ കയറി അടയിരിക്കണമെന്ന് ഇതൊരു വിഷയമുള്ള കാര്യമല്ല. ഫോറിന്ന് വന്നതാണോ കാട്ടിന്ന് വന്നതാണോ അപ്പൊ ആരും ചോദിക്കാനില്ലല്ലോ. നീ ഫോറിന്ന് വന്നതാണോ അതുകൊണ്ടാണ് ഇവിടെ നിൽക്കണേ എന്നുള്ളത് ചോദിക്കേണ്ടതില്ലല്ലോ. അപ്പൊ എല്ലാരും സ്നേഹവും അല്ലെങ്കിൽ എല്ലാരും ട്രീറ്റ്മെന്റ് നടന്നാൽ മതി. നീ ഫോറിന്ന് വന്നാലും ഏത് ഉഗാണ്ടേന്ന് വന്നതാണെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞ് എല്ലാം ഒതുങ്ങിയ സമയത്ത് രണ്ടാമത് തുടങ്ങി ഫോറിൻ ഡോക്ടേഴ്സ് ശരിയാവൂല എന്ന് പറഞ്ഞിട്ട്. ഇതിനൊക്കെ ശരിക്കും എന്താ പറയുക, നാട്ടിലത്തെ ഡോക്ടേഴ്സ് ഈഗോന്റെ അച്ഛനാണ്. ഈ അച്ഛൻ ഓഫ് അച്ഛനാണ് ഈഗോന്റെ കാര്യത്തിൽ. അതെല്ലാ ഡോക്ടേഴ്സിനെയും പറയുന്നതല്ല, പക്ഷെ ചില ഡോക്ടേഴ്സ് അങ്ങനെ ഉണ്ട്. ഇൻ റിയൽ ചില ഡോക്ടേഴ്സ് അങ്ങനെ ഉണ്ട്. ഭയങ്കര ഈഗോ അടിച്ചിട്ട് അവന്റെ അണ്ടാവ് വരെ അടിച്ചു പോകുന്ന രീതിയിലുള്ള ഈഗോ ഭയങ്കര മോശമാണ്. സത്യമായിട്ട് വെറുതെ പറയില്ല. പിന്നെ പ്രണവിന്റെ വീഡിയോനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്, നീ അറ്റ്ലീസ്റ്റ് ഒരു MBBS ഡോക്ടർ ആയിരിക്കണം. അല്ലെങ്കിൽ നീ ഇപ്പൊ ഇത്രയും കളിയാക്കണേ നീ മിനിമം ഒരു PG ലെവലുള്ളതായിരിക്കും. നിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? ഇത്രമാത്രം നീ ഇന്ത്യൻ ഫോറിൻ ഡോക്ടേഴ്സിനെ പറ്റി പറയാൻ മാത്രമല്ല, നിനക്ക് എന്താ അറിയാം ഫോറിൻ ഡോക്ടേഴ്സിനെ പറ്റി? 6 വർഷം ഇവിടെ നിന്ന് വന്ന് ഞങ്ങൾക്ക് ചരക്കാനല്ല ഞങ്ങളൊന്നും ഇവിടെ വന്നിട്ട് ഇത് പഠിച്ച് പ്രാന്തളകിയിട്ടൊക്കെ ഇരിക്കണത്. ഓരോ എക്സാമിനേഷൻ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ക്രെഡിറ്റ് ബേസ് വേണം, അത് വേണം, ഇത് വേണം, ചൈനീസ് അറിയണം, പേഷ്യന്റിനോട് സംസാരിക്കണം, പേഷ്യന്റ് ഹിസ്റ്ററി എടുക്കണം, പേഷ്യന്റ് അവിടുന്ന് അതായി ഇതായി, ഇതൊക്കെ നമ്മളെ തലയിൽ കൊണ്ട് ഇടും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എന്നാലും പറയും ഫോറിൻ ഡോക്ടർ ശരിയാവില്ല. നമുക്ക് നിങ്ങൾക്കൊക്കെ കുട്ടിക്കളി, അല്ലെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ ഉണ്ടാക്കിയ വ്ളോഗറിന് കുട്ടിക്കളി. അവനൊക്കെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഞാനും കോണ്ടന്റ് ചെയ്യുന്ന ആളാണ്. നമ്മൾ പക്ഷെ കോണ്ടന്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോ ഒരു രസം വരുത്തിക്കാൻ അല്ലെങ്കിൽ ആൾക്കാരുടെ എന്റർടൈൻമെന്റ് വരുത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളുമാണ്. ആൾക്കാരത് വേറെ രീതിയിലെടുത്ത് അത് എന്തോ തടയതൊക്കെ. ഞാൻ പറയില്ലേ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള മക്കൾ ഇതേമാതിരി പോയിട്ട് നിങ്ങൾ അതേമാതിരി കളിയൊക്കെ അപ്പൊ മനസ്സിലാവും എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളത്.
ഓരോ വീട്ടുകാരും എത്ര ബുദ്ധിമുട്ടിട്ട് അറിയോ എന്റെ പൊന്നു മക്കളെ. ഓരോ വീട്ടുകാരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു കുട്ടീനെ ഫോറിൽ വിട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഒരുമാതിരി നമ്മൾ ഈ ഇവിടെ അടിച്ചു പൊളിച്ച് നടക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറും കാഴ്ചയിൽ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടുത്തെ റിയൽ സ്ട്രഗിൾസ് ഒന്നും നമ്മൾ കാണിക്കുന്ന പോലില്ല. നിങ്ങളെ നാട്ടില് അറ്റൻഡൻസ് കിട്ടിയില്ലെങ്കിൽ അതിന് അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. എടാ ഇവിടൊക്കെ എങ്ങനെ അറിയോ, 3 അറ്റൻഡൻസ് പോയി കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സെമ്മിന്റെ അറ്റൻഡൻസ് ആണ് ഒരു കട്ട് ചെയ്ത് കളയുന്നത്. 3 അറ്റൻഡൻസിന്. അത് നിങ്ങൾക്ക് എന്ത് വെയ്യായ്മ ഉണ്ടെങ്കിലും ശരി, നിങ്ങൾ പനി പിടിച്ചോ, നിങ്ങൾ ചത്തോ ചത്തില്ല, ഇതൊന്നും അവരുടെ വിഷയമല്ല. 3 അറ്റൻഡൻസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് സെമ്മിന് അറ്റൻഡൻസ് ഇല്ലാണ്ട് ആ ഇയർ ഔട്ട് ആയിട്ട് മൂഞ്ചി കുത്തിയിരിക്കണം ഞങ്ങൾക്ക് അവിടെ. നല്ല കാര്യം. എന്തായാലും ഇങ്ങനെ തന്നെ വേണം. പിന്നെ ആ വ്ളോഗറിനോട് പ്രത്യേകിച്ചും പറയാനുള്ളത്, ബ്രോ കണ്ടന്റ് വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും ഒരു ഫോറിൻ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിനെ കംപ്ലീറ്റ്ലി ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടാണ് ബ്രോ വീഡിയോ ചെയ്തിട്ടുള്ളത്. പേഴ്സണലി ഞാൻ എന്റെ ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായി. എനിക്ക് ഒട്ടും 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 അംഗീകരിച്ചു തരാൻ പറ്റാത്ത രീതിയിലായി. ഞാനും ഒരു ഡോക്ടറാണ്. ഇൻഷാ അല്ലാ ഈ ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങളും കഴിഞ്ഞു. കറക്റ്റ് ആ സമയത്ത് തന്നെ ഇങ്ങനത്തെ ഓരോ വള്ളി കൊടുത്തിട്ടോണം. ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഫോറിൻ ഡോക്ടേഴ്സിനെ പറ്റി ഭയങ്കര മോശം അഭിപ്രായമാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ബ്രോ ഇത് ചെയ്യും വേണം. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും എല്ലാം നന്നായിട്ട് ഇരിക്കട്ടെ. ബ്രോനോട് പറയാനുള്ളത്, കുറച്ചെങ്കിലും റെസ്പെക്ട് കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ ബ്രോ കാണോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ കുറച്ചെങ്കിലും റെസ്പെക്ട് ഉണ്ടെങ്കിൽ ഡു ഡിലീറ്റ് ദാറ്റ് വീഡിയോ. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് കോണ്ടന്റ്. യു ആർ ഗിവിംഗ് എ വെരി നെഗറ്റീവ്, very harsh and very negative message to the whole community, and you should remove the video if possible. Okay, അപ്പൊ ശരിയെന്നാ. ടാറ്റാ. നമുക്കൊരു ലൈക്ക് കൊടുത്തിട്ട് ഫോളോ ബട്ടൺ